ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ എപ്പോഴും ഒന്നും യൂട്യൂബ് ചാനലിൽ വരുന്നൊരു വ്യക്തിയല്ല, പക്ഷേ ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് വരണമെന്ന് എനിക്ക് തോന്നി. കാരണം മേഘ എനിക്ക് ഒരുപാട് നാളുകൊണ്ട് അറിയാവുന്നൊരു കുട്ടിയാണ്. അപ്പം ഈ കഴിഞ്ഞ ദിവസം ബുധനാഴ്ച കൂടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടേ ഉള്ളൂ. ചേച്ചി എന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ ഇരിക്കുന്നു, സുഖമായിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചു, വിശേഷങ്ങളൊക്കെ തിരക്കി. അപ്പോൾ സുഖമായിട്ടിരിക്കുന്ന ചേച്ചി എന്ന് പറഞ്ഞ് പഠിക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ബി.എഡിന് മറ്റാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തു, ജോലിക്ക് ആവശ്യമായിട്ട് പഠിക്കുവാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല ചേച്ചി, വെറുതെ പഠിക്കുന്നേ ഉള്ളൂ, എന്തെങ്കിലും പഠിച്ചിരിക്കണ്ടേ എന്നും ഇങ്ങനെ പറയുകയും ചെയ്തു. അപ്പോൾ പ്രത്യേകിച്ച് എനിക്കതിനകത്ത് ആ കുട്ടി ഇങ്ങനെ പോകുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ആകുമെന്നോ എനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങൾക്ക് വളരെ നാൾ മുമ്പ് പരിചയമുള്ള കുട്ടിയായതുകൊണ്ട് ഒരിക്കലും ആ കുട്ടി അങ്ങനെ കാണിക്കുമെന്ന് എനിക്കൊരിക്കലും തോന്നില്ല. ഇതൊരു ഫേക്ക് ന്യൂസ് ആകാനാണ് സാധ്യത. ഒരിക്കലും ഞാൻ വിശ്വസിക്കത്തില്ല ഇത് യാഥാർത്ഥ്യമാണെന്ന്. പിന്നെ ആ ഒളിച്ചോടുന്ന CCTV ദൃശ്യം കാണിക്കുന്നത് ഒരിക്കലും അത് മേഘയല്ല. കാരണം ഫേസ് ഒരിക്കലും മേഘയുടേതല്ല, അത് 100% ഉറപ്പാണ്. വെറുതെ അതിനകത്ത് ഇങ്ങനെ കുറേ ഫേക്ക് ന്യൂസുകൾ കാണിക്കുന്നതേ ഉള്ളൂ. ഞാനിതെന്തായാലും വിശ്വസിക്കുന്നില്ല. ഇതെന്തെങ്കിലും ഇതിൻ്റെ സത്യം തെളിയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന്. ഒരുപാട് യൂട്യൂബർമാർ വന്ന് പറയുന്നുണ്ട് ഇത് സത്യമാണ്, അങ്ങനെ പോയി ഇങ്ങനെ പോയെന്നൊക്കെ. ഞാൻ ഒരിക്കലും മേഘയെക്കുറിച്ച് അങ്ങനെ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കൂടി മെസ്സേജ് അയക്കുമ്പോൾ ആ കുട്ടി ഇങ്ങനൊരു സൂചന ഉള്ളതായിട്ട് പോലും എനിക്ക് തോന്നിയില്ല. അവരുടെ ജീവിതം സന്തോഷമായിട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് സംസാരത്തിൽ. അപ്പോൾ ഇത് ഫേക്ക് ആവണേ എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. ഒരിക്കലും ഇത് സത്യം ആകരുതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത് സത്യമല്ല, എനിക്ക് 100% ഉറപ്പുണ്ട് ഇത് സത്യമല്ലെന്ന്. അപ്പം ഇതിൻ്റെ അടിയിലാണെങ്കിൽ ബാഡ് കമൻറ്റുകളൊക്കെ ഒരുപാട് ഫേസ്ബുക്കിൻ്റെ അടിയിൽ വരുന്നുണ്ട്. അപ്പം നമ്മളൊരു സത്യം അറിഞ്ഞതിന് ശേഷം മാത്രം, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം സത്യമാവണമെന്നില്ല, അറിഞ്ഞതിന് ശേഷം മാത്രം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമൻ്റ് ഇടുക. അല്ലാതെ ഒരു ഫേക്ക് ന്യൂസ് ആണെങ്കിൽ പിന്നെ നമ്മൾ കമൻ്റ് ഇട്ടതും കൂടി മോശമായി പോകും. അപ്പോൾ അതങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.